പ്രൈസ് ലോർഡ്. അപ്പോസ്തലിക ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ ചിന്ത കൈമാറുകയാണ്. യോസഫ് കാരാഗൃഹത്തിലായപ്പോൾ അവൻ ചിലർക്ക് സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവം അവന് കൊടുത്ത ദൈവശബ്ദത്തെ അവൻ പുറത്തുള്ള വ്യക്തികൾക്ക് പ്രയോജനപ്പെടുത്തി. അത് നിമിത്തം പാനപാത്രവാഹകൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും കാരാഗ്രഹത്തിൽ നിന്ന് മോചിതനായതിനു ശേഷം തൻ്റെ പഴയ ജോലിയിൽ അവനെ നിയമിക്കുകയും ചെയ്ത രാജാവിൻ്റെ കൽപ്പനകൾ ഉണ്ടാവുകയും പിന്നീട് യോസഫ് കാരാഗ്രഹത്തിലായിരുന്ന അവസ്ഥകളൊന്ന് അവൻ താൽക്കാലികമായി മറന്നുപോയി. എങ്കിലും രാജാവ് സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ രാജാവ് പലരെയും അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ പാനപാത്രവാഹകൻ്റെ കാര്യസ്ഥൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങി. തൻ്റെ കാരാഗ്രഹ ജീവിതത്തിൽ സ്വപ്നം വ്യാഖ്യാനിച്ച് അത് തൻ്റെ ജീവിതത്തിൽ അത്ഭുതമാക്കി തന്ന ഒരു യോസഫിനെ കുറിച്ച് ദൈവം അവൻ്റെ ഹൃദയത്തിൽ തോന്നലുകൾ കൊടുത്തു. അത് നിമിത്തം യോസഫിനെ കുറിച്ച് രാജാവിനോട് അവൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ വേണ്ടി രാജാവിൻ്റെ അടുക്കിലേക്ക് യോസഫിനെ നയിക്കാൻ ഈ പാനപാത്രവാഹകൻ്റെ കാര്യസ്ഥന് ദൈവം ചില അടയാളങ്ങൾ ഹൃദയത്തിൽ കൊടുത്തു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നീ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നിൽക്കുമ്പോഴും ആ പദ്ധതി നിന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴും നീ എന്തൊക്കെയാണോ കേൾക്കുന്നത്, നീ എന്തൊക്കെയാണോ ദൈവത്തിൽ നിന്നും പ്രാപിച്ചത്, അത് നീ റിവീൽ ചെയ്യാൻ തുടങ്ങിയാൽ, വിശ്വസ്തയോടെ നീ ഏത് കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴും നീ അത് റിവീൽ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നീട് നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ അത് തന്നെ ഏറ്റവും വലിയ ചവിട്ട് പടിയാക്കി മാറ്റും. യോസഫിനെ മന്ത്രിപദത്തിലേക്ക് എത്തിക്കുവാൻ പാനപാത്രവാഹകൻ്റെ അകത്ത് തൻ്റെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങളെ ദൈവം ഉപയോഗിച്ചെങ്കിൽ യോസഫിൻ്റെ സ്വപ്ന വ്യാഖ്യാനം രാജാവിൻ്റെ സന്നിധിയിൽ വരെ എത്തിക്കുവാൻ ദൈവം ചിലരുടെ അകത്ത് ആലോചനകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധയാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ അകത്തുള്ള ദൈവശബ്ദം നീ റിവീൽ ചെയ്താൽ അത് ഏത് വ്യക്തിയാണോ അനുഗ്രഹം പ്രാപിക്കുന്നത് ആ വ്യക്തിയിൽ കൂടെ പിന്നീട് ഒരു നാൾ അത് തിരിച്ച് നിന്റെ ജീവിതത്തിനകത്തൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി മാറുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആലോചന കൈമാറുന്നു. ആകയാൽ നീ ആ ദൈവശബ്ദത്തെ മുറുകെ പിടിക്കുക മാത്രമല്ല, അത് റിവീൽ ചെയ്ത് അനേകർക്ക് അടയാളം ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.